ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം മുട്ടയുടെ മഞ്ഞക്കരുവിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരപുഷ്ടി കൂട്ടാൻ പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിൽ അമ്മമാർ കൊടുക്കുന്ന ഒന്നിനെ കുറിച്ചാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി ഏതാണെന്ന് പറയാം. റാഗിയും ഈന്തപ്പഴവും ചേർത്തുള്ള കുറുക്ക്. കുഞ്ഞുങ്ങൾക്ക് 6 മാസം കഴിയുമ്പോൾ മുതൽ ഇത് കൊടുത്തു തുടങ്ങാം. അയണും കാൽഷ്യവും ഒന്നിച്ച് കുഞ്ഞിന്റെ വയറ്റിലെത്താൻ ഇതിലും മികച്ചൊരു ഓപ്ഷൻ വേറെയില്ല. എന്തുകൊണ്ട് റാഗിയും ഈന്തപ്പഴവും സജസ്റ്റ് ചെയ്യുന്നു? ഹെൽത്തി വെയ്റ്റ് ഗെയിൻ. റാഗിയിൽ അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ കുഞ്ഞിന് ആവശ്യത്തിന് കലോറി നൽകി നല്ല രീതിയിൽ ശരീരഭാരം കൂട്ടാൻ സഹായിക്കും. രണ്ടാമതായി, രക്തപ്രസാദത്തിന്. ഈന്തപ്പഴത്തിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞിന്റെ വിളർച്ച തടഞ്ഞ് ചോര നന്നായി വെക്കാൻ സഹായിക്കും. മൂന്നാമതായി, എല്ലുകൾക്ക് നല്ല ബലം. റാഗിയിലെ ഉയർന്ന കാൽഷ്യം കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് കമിഴ്ന്നു വീഴാനും ഇരിക്കാനും നടക്കാനും ഒക്കെ ആവശ്യമായ എല്ലുകളുടെ ബലം നൽകും. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ് റാഗിപ്പൊടി, നന്നായി കഴുകി ഉണക്കി പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ. ഈന്തപ്പഴം 1 അല്ലെങ്കിൽ 2 എണ്ണം, കുരു കളഞ്ഞത് വേണം. നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് നോക്കി സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പശുവിൻ നെയ്യ് 1/2 ടീസ്പൂൺ. വെള്ളം ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു തരാം. ആദ്യം ഈന്തപ്പഴം അല്പം ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് കുതിർത്ത് വെക്കുക. ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഒരു പാത്രത്തിൽ റാഗിപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കട്ടകളില്ലാതെ നന്നായി കലക്കുക. ഈ മിശ്രിതം അടുപ്പത്ത് വെച്ച് ചെറുതീയിൽ തുടർച്ചയായി ഇളക്കി കുറുക്കുക. റാഗി പകുതി വെന്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക. കുറുക്ക് പാകമായി വരുമ്പോൾ 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് ഇളക്കി അടുപ്പത്തിൽ നിന്നും ഇറക്കാം. ചൂടാറി കഴിയുമ്പോൾ ഇത് നമുക്ക് കുഞ്ഞിന് കൊടുക്കാം. ഇത് നൽകുമ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി എന്താണെന്ന് പറഞ്ഞു തരാം. മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഈന്തപ്പഴത്തിൻ്റെ നല്ല പ്രകൃതിദത്ത മധുരമുള്ളതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാരയോ കൽക്കണ്ടമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. റാഗി നന്നായി വേവിക്കണം. റാഗി ശരിക്കും വെന്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വയറുവേദന വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറുതീയിൽ ഇരുന്ന് നന്നായി വെന്തുവെന്ന് ഉറപ്പാക്കണം. മികച്ച സമയമാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് ആയതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപോ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് മെഡിക്കലി 100% തെളിയിക്കപ്പെട്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് 6-ാം മാസം മുതൽ കൊടുത്തു തുടങ്ങാൻ പീഡിയാട്രിഷ്യന്മാർ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ഒന്നാന്തരം കോമ്പിനേഷനാണ് റാഗിയും ഈന്തപ്പഴവും. ശാസ്ത്രീയമായ കാരണങ്ങൾ കൂടി പറഞ്ഞു തരാം. കാൽഷ്യത്തിൻ്റെ പവർ ഹൗസ് ആണ്. അതായത് മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് റാഗിയിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. കുഞ്ഞുങ്ങളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും നല്ല ബലം കിട്ടാനും വളർച്ച നല്ല വേഗത്തിലാക്കാനും ഇത് സഹായിക്കും. രണ്ടാമതായി, പ്രകൃതിദത്ത ഇരുമ്പ് സത്താണ്. ഈന്തപ്പഴത്തിലും റാഗിയിലും അയൺ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾക്കൊപ്പം ഈന്തപ്പഴത്തിലെ പോഷകങ്ങൾ, അതായത് റാഗി ചേരുമ്പോൾ ശരീരത്തിന് അയൺ വേഗത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കും. ഇത് വിളർച്ച തടയും. ഹെൽത്തി കാർബോഹൈഡ്രേറ്റ്സ് ആണ്. റാഗിയിലുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ കുഞ്ഞിന് ദീർഘനേരം ഊർജ്ജം നൽകുകയും വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാകാതെ ഹെൽത്തിയായ ശരീരഭാരം കൂട്ടാനും സഹായിക്കും. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ശർക്കരയോ പഞ്ചസാരയോ കൊടുക്കുന്നത് മെഡിക്കലി നല്ലതല്ല. അതുകൊണ്ട് അതിനു പകരമായി ഈന്തപ്പഴത്തിൻ്റെ നാച്ചുറൽ മധുരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അമ്മമാരെ, കുഞ്ഞിന് നല്ല ഒന്നാന്തരം തടിയും എല്ലുകൾക്ക് നല്ല ഉറപ്പും വയ്ക്കാൻ സഹായിക്കുന്ന റാഗി ഈന്തപ്പഴം കുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലായല്ലോ. വെറും റാഗി കുറുക്ക് കൊടുത്ത് മടുത്ത അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. പക്ഷേ എൻ്റെ അമ്മമാർ എപ്പോഴും ഒരു കാര്യം മനസ്സിൽ വെക്കണം. തൂക്കം കൂടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഉരുള പോലെ തടിപ്പിക്കുക എന്നല്ല. കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയും പ്രതിരോധശേഷിയും ഒക്കെയാണ് പ്രധാനം. അതുകൊണ്ട് മറ്റു കുഞ്ഞുങ്ങളെ നോക്കി ആരും വിഷമിക്കാൻ നിൽക്കണ്ട. ഇതൊന്ന് കൊടുത്തു നോക്കിയിട്ട് വരുന്ന മാറ്റങ്ങൾ കമൻറ്റായി അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്തൊരു വെയ്റ്റ് ഗെയിൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.